മോളെയും കൊണ്ട് അമ്പലത്തിൽ പോയിരിക്കാന്ന് ഗോകുല് പറഞ്ഞു. അതെന്തായാലും നന്നായി. ഞാൻ മഹേഷിന് നടത്തിയ പോലുള്ളൊരു വഴിപാട് ഇന്ദുമോൾക്ക് നടത്തിയാൽ അവളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും സച്ചി. എന്റെ പേരിലുള്ള വഴിപാട് ഇന്നലത്തോടെ കഴിഞ്ഞായിരുന്നു. ഞങ്ങളിനി എന്താ അങ്ങളെ ചെയ്യണ്ടേ? അതേതായാലും നന്നായി. എടാ, നീ എത്രയും വേഗം ഈ മാട്രിമോണിയിലൊക്കെ പുതിയ പരസ്യം കൊടുക്കാൻ നോക്കണം. ദൈവം സഹായിച്ച് എന്തായാലും ഇത്തവണ ഇവന് നല്ല പെണ്ണിനെ കിട്ടും. അപ്പോ ഇവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലെന്നാണോ പറഞ്ഞു വരുന്നേ? മന്ദാകിനി, ഇവന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇവനെ എന്റെ മോള് കാണുന്നത് അവളുടെ സഹോദരനായിട്ടാ. പിന്നെ ഇവനും അവളും തമ്മിലൊരു വിവാഹം പറ്റുമോ? പറ്റത്തില്ലല്ലോ. പറ്റുമോ? അതെ ചേച്ചി, ഇന്ദുവായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അവള് ഗോകുലിനെയും മഹേഷിനെയും കാണുന്നത് ഒരുപോലെയാണെന്നാ ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് നമുക്കത് മറക്കാം. ശരി മഹേഷേ, നീ പെട്ടിയെടുത്ത് വെച്ചോ. അടുത്ത വണ്ടിക്ക് നമുക്ക് പോവാം. ഞാനത് നേരത്തെ പ്രതീക്ഷിച്ചതമ്മേ. അതുകൊണ്ട് പെട്ടിയൊക്കെ ഞാൻ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാ വാ, നമുക്കും അതെടുത്തങ്ങ് ഇറങ്ങാം. ആവശ്യമില്ലാത്തടത്ത് അര നിമിഷം നിൽക്കരുതെന്നാ പ്രമാണം. വാടാ, നടക്ക്.